ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചപ്പാത്തിന്റെ ബോളാമർത്തിപ്പേ എന്നിട്ട് വേറെ വാങ്ങണം മറ്റേതോട്ട് കൊടുത്തില്ല. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷിക്കണമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഒരു വീട് വൃത്തിയാക്കുന്നതാകാം, കുടുംബത്തിനായി ഭക്ഷണം പാചകം ചെയ്യുന്നതാകാം, കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാകാം. ഇതെല്ലാമാണ് നാളത്തെ നമ്മുടെ ഏറ്റവും വലിയ ഓർമ്മകളും സന്തോഷങ്ങളും. അതുകൊണ്ട് ഈ തിരക്കിനിടയിലും നമുക്ക് കിട്ടുന്ന ഓരോ ചെറിയ സന്തോഷങ്ങളെയും ആഘോഷിക്കാം. കാരണം ജീവിതം വളരെ ലളിതമാണ്, വളരെ മനോഹരമാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലുള്ളത് ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് വിടാനൊന്നും മറക്കരുത്. ആദ്യത്തെ ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി അനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇങ്ങനെ കിട്ടിക്കോളും. അങ്ങനെ നമുക്ക് നമ്മളെ വീഡിയോ തുടങ്ങട്ടെ. അപ്പോൾ ഞാൻ മക്കളേക്ക് മിന്നനെ മദ്രസക്ക് പറഞ്ഞേച്ചു. അങ്ങനെ അവൾ വന്നു. പിന്നെ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും പിന്നെ ഫുഡൊക്കെ അവൾക്ക് പാത്രത്തിലാക്കി കൊടുത്തു. അങ്ങനെ അവൾ പോയി 8:45 പോയി. അടുത്തേക്ക് പിന്നെ ജിതുമോനും പറഞ്ഞൊരു 9:30-10 മണി വരെ അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 10:15 വരെ അങ്ങനെ വണ്ടി വരുന്നത് വരെ ആകുന്നത് പണി നോക്കി കൊടുക്കണം. അങ്ങോട്ട് വേണം. എനിക്കാണെങ്കിൽ സ്കൂളിൽ ഒരു മീറ്റിംഗ് കൊണ്ടിട്ട് അത് ഞാൻ പെട്ടെന്ന് അറിഞ്ഞിട്ടില്ലാവും. എന്താണ് വാട്സപ്പിലൊക്കെ പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളാവും. അതുകൊണ്ട് തന്നെ അറിഞ്ഞിട്ടില്ല. പിന്നെ എന്നത് വിട്ടത് എനിക്ക് എനിക്കൊരു ഓർമ്മയിൽ കിട്ടിയപ്പോൾ ഞാൻ അടുത്തുള്ള എന്താണ് അവനിപ്പോൾ പഠിക്കുന്ന കുട്ടിൻ്റെ അമ്മനോട് ചോദിച്ചിട്ടോ. അപ്പം അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെതാ അപ്പം അങ്ങനെ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പെട്ടെന്ന് നമ്മളെ ഇതൊക്കെ റൂമൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. ഇതൊക്കെ എന്നും ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. പക്ഷെ അത് വീഡിയോയിൽ കാണിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുക്കിംഗ് ആണ് കാര്യമായിട്ട് കാണിക്കില്ല. പിന്നെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അങ്ങനെ നമ്മള് ഇവിടേക്ക് ആദ്യം തന്നെ ഇതൊക്കെ തറയൊക്കെ തൂക്കുന്നതിന്റെ മുമ്പ് ഞാൻ അത് തന്നെ ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് അതൊക്കെ തൂത്തിയെടുക്കും. പിന്നെ നമ്മളെ ജനലിന്റെ തറയിൽ അതിൻ്റെ ആരോഗ്യം ഇങ്ങനെ എന്താ പറയാ അതൊക്കെ ഏകദേശം കഴിയുന്നതൊക്കെ തുടക്കും. അതൊക്കെ ഒരു പുതിയൊരു മൂപ്പായതുകൊണ്ട് കേട്ടോ അതിനോട് തന്നെ തുടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ തുറക്കും. പിന്നെ സോഫന്റെ അപ്പുറത്തുള്ള കൈകൾ പലകൊക്കെ ഒന്ന് തൂത്തിയെടുക്കും. പിന്നെ വാതിന്റെ ഒരു ഇതൊക്കെ ഇതൊക്കെ തൂത്തിയെടുക്കും. അല്ലെങ്കിൽ എനിക്കൊരു ഇതുണ്ടാവും കേട്ടോ. ആദ്യം അതൊക്കെ തൂത്തിയിട്ടാണ് ഞാൻ തറ തുറക്കാൻ വേണ്ടി വരിക. അപ്പം അങ്ങനെ ഇതോടൊക്കെ ക്ലീൻ ആക്കി എടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഒന്ന് കാര്യമായിട്ട് ക്ലീനിങ് തന്നെ ഉള്ളൂ. പിന്നെ കുക്കിങ്ങിനും രാവിലത്തെ അതൊക്കെ എടുക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കുട്ടികളെ അതാക്കി കൊടുക്കുന്നതും അതൊക്കെയാണ് കാര്യമായിട്ട് ഉണ്ടാവാറുള്ളത്. എന്നാ ഒരു വക അതിനൊന്നും നിന്നിട്ടില്ല, സമയമില്ല. ഫുഡൊക്കെ പിന്നെ റെഡിയാക്കി വെച്ചതുകൊണ്ട് പിന്നെ അയിമക്ക് നോക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു കറി ഉണ്ടാക്കണം. പിന്നെ അതിന് എനിക്ക് ടൈമില്ല കേട്ടോ. പിന്നെ മീനും ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. അതിനൊക്കെ ഇനി സമയം കിട്ടുമെന്നൊക്കെ നോക്കട്ടെ. ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കാം. പിന്നെ കുളി വാഷ് ചെയ്യൽ അതൊക്കെ കഴിക്കണ്ടേ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ ഏതായാലും ക്ലീൻ ആക്കിയിട്ടുണ്ട് കൈയ്യട്ടോ. ഈ ഒരാൾക്ക് മാത്രമേ ഞാൻ ഇപ്പോൾ കാണിക്കും വീഡിയോയിൽ കാണിക്കുന്നൊന്നും കേട്ടോ. ബാക്കിയുള്ളത് ഇങ്ങനെ എത്ര വൃത്തിയാക്കി വെച്ചാലോ. ഇനി പിന്നെ ബെഡ്ഷീറ്റ് ഇതൊക്കെ ശരിയാക്കാൻ കേട്ടോ. റൂമത്തെ അതൊക്കെ ശരിയാക്കാനുണ്ട്. അപ്പോൾ ആദ്യം മറ്റത് റൂമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇട്ടതുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അടിച്ചു വാരിയിട്ട് പിന്നെ തുടക്കാൻ വെച്ചു. അപ്പം ഇപ്പോൾ ഓരോ റൂമും ഓരോന്നും ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ
തൂത്ത് വാരി എടുത്തിട്ട് ഇങ്ങനെ തുടക്കണം കേട്ടോ. മറ്റത് അടിച്ചു വാരലൊന്നായിട്ടും കഴിക്കും, പിന്നെ അങ്ങനെ വേഗം അടിച്ചു വാരി. ഇപ്പം അങ്ങനെയല്ല ചെയ്യുന്നത്, ഇങ്ങനെ ഓരോ റൂം അടിച്ചു തരാം, പിന്നെ ഇങ്ങനെ തുടക്കുക, ഇങ്ങനെ ഓരോന്ന് അടിച്ചു മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ തുറക്കുക. വെള്ളത്തിൽ കുറച്ച് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ഒഴിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. അധികമായ പിന്നെ അത് ഓവറായി അങ്ങനെ പാടുപാട് ഇങ്ങനെ കൊണ്ട് ഇരിക്കും. പിന്നെ എന്താന്ന് ടേൽസും ഇതൊന്നുമല്ലല്ലോ, പഴയ ഒരു വീടാണ്. അപ്പൊ പഴയ വീട്ടില് അപ്പൊ ഒരു എന്താ അത് കാവിക്ക് അപ്പൊ ഓരോ ഇതിനനുസരിച്ചാണ് കേട്ടോ. അപ്പൊ അത് നിലത്ത് വീട് അങ്ങനെ പുളി അങ്ങനത്തെ ഓരോന്നിന്റെ ഇതൊക്കെ കഴിയുന്നതും നിലത്തേക്ക് എന്താ ചാടാതെ ശ്രദ്ധിക്കാൻ നോക്കുക. വീണാ പിന്നെ അന്ന് പണി കിട്ടും. അല്ലെങ്കിൽ പിന്നെ അത് വീണിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് ചെറിയ ചെറിയ സൂത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ ടിപ്സ്. അങ്ങനെ പുളി ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട്, ആ വെള്ളപ്പാടൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഇതാക്കിയാൽ, ഒക്കെ പോകാൻ വേണ്ടിയിട്ട് എന്താ പറയാ, നമ്മൾ വെളിച്ചെണ്ണന്റെ മട്ടൊക്കെ തേച്ചെടുത്താൽ വേണ്ടിയിട്ട്. അപ്പൊ ഒന്ന് ഒരു ദിവസം തേച്ചതുകൊണ്ട് ശരിയാകൂല, കുറച്ച് തുടർച്ചയായിട്ട് തന്നെ തേച്ചു നോക്കാം. അപ്പൊ അതിനുള്ള മാറ്റം കിട്ടും. അങ്ങനെ ഞാനിതാ ഇവിടെ ഈ റൂമിൽ എത്തിട്ടോ. അപ്പൊ ഈ റൂമത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആക്കി ഒന്ന് ഇതാക്കി വെക്കട്ടെ. അപ്പൊ ഇവിടെ എത്ര ലൈറ്റ് ഇട്ടാലും ഈ ഒരു ലൈറ്റ് തന്നെ കിട്ടുള്ളൂ. പിന്നെ ജനലൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പൊ എന്താണെന്നറിയില്ല, ക്യാമറക്ക് എന്തോ വെളിച്ചം കൂടിയത്, എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അതൊരു ചെറുതായിട്ടൊരു കുട്ടികളൊക്കെ കാണാണ്ട്. അപ്പൊ ഏതായാലും ഇവിടുത്തെ ഇതൊക്കെ എന്നാണ്ട് ഇതൊക്കെ അടിച്ചു വാരിയിട്ട് എന്താണ് ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കി വെക്കട്ടെ. ഇതൊക്കെ കഴിയുമ്പോഴേക്ക് എത്ര ആയി കിട്ടുക സമയം. എനിക്ക് എന്താ ഞാൻ അതിൻ്റെ അടിയിൽ മുറ്റത്തിന്റെ അവസ്ഥ എന്താന്ന് പോയി നോക്കിയിട്ട് പോലില്ല. അപ്പൊ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ പിന്നെ കുട്ടികളുടെ കാര്യങ്ങളും ഇതൊക്കെ ശ്രദ്ധിക്കാണ്ടാവോ, മുറ്റത്തെ കാര്യങ്ങൾ പിന്നെ അങ്ങനെ കിടക്കട്ടെ. പിന്നെ ഒഴിവിനനുസരിച്ച് അത് വൃത്തിയാക്കും. ഞാൻ ക്ലീൻ ആക്കിയിട്ട് അടിച്ചടിച്ചില്ലെങ്കിൽ അമ്മ പോയി വരട്ടെന്ന് അത് അടിച്ചു വാരി വെക്കൂട്ടെ. പക്ഷെ അപ്പൊ ഇത് ഇതാക്കട്ടെ. അപ്പൊ നമുക്ക് എന്താണ്, ഇതൊരു ചെറിയ റൂം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ഇതാക്കി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന്റെ കട്ടിന്റെ ചോടൊക്കെ ശരിക്ക് അടിച്ചേരത്തില്ലെങ്കിൽ എന്താണ് വൃത്തിയിൽ അടിച്ചേരത്തില്ലെങ്കിൽ പിന്നെ അവിടെ പിന്നെ പണി കിട്ടും. അപ്പൊ എന്ന് നമ്മളിങ്ങനെ കുറച്ച് എടുത്താൽ പിന്നെ അതൊരു ഭാരമല്ലല്ലോ. അപ്പൊ നമ്മൾ പിന്നത്തേക്ക് വെച്ചാൽ പിന്നെ അതൊരു ഭാരമായിട്ട് മാറും. പിന്നെ നമുക്കൊരു മടിയായിട്ട് മാറും. അതുകൊണ്ട് പിന്നെ ആ ഒരു പരിപാടിക്കും നിൽക്കാറില്ല. അപ്പൊ അത് ഞാൻ വീഡിയോയിൽ കാണിക്കായിട്ടാണ്. പിന്നെ എല്ലാം ടൈമിൽ കാണിച്ച് നേരം വയ്ക്കണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ വീട് വൃത്തിയാക്കൽ അല്ലെങ്കിൽ വീട് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ആ രീതിന്റെ അവസ്ഥ പറയും വേണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട്. ചില സമയത്ത് മടിയോ കിട്ടും, പിന്നെ ചില സമയത്ത് മടിയൊന്നും നോക്കില്ല, പിന്നെ പോവാനുണ്ട് എന്നുണ്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ അത്യാവശ്യം എന്താ പോകാനും എടുക്കെങ്കിൽ പോകാനൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം എന്താണ് ഒരു പോസിറ്റീവ് എനർജി ആട്ടോ. അപ്പൊ എടുക്കാനൊക്കെ പെട്ടെന്ന് എടുക്കും. പിന്നെ ഏതായാലും പോകാനില്ലതല്ലേ, വന്നിട്ട് പിന്നെ ഏതായാലും കയ്യിലാ വിചാരിച്ചിട്ട് പിന്നെ ആ ഒരു ഉഷാറിലാണ്ട് എടുക്കൂട്ടോ. വന്നിട്ട് എടുക്കാന്ന് വിചാരിക്കും. പിന്നെ വന്നാലും പിന്നെ അതിനേതായാലും വേണമെന്നാൽ പിന്നെ ആകെ ടയേർഡായിട്ട് പിന്നെ അങ്ങനെ കുറച്ചു നേരം പിന്നെ വെള്ളം ഇതൊക്കെ കുടിച്ചിട്ട് പിന്നെ ആകേണ്ട അന്നത്തെ ദിവസം കണക്കൻ നീക്കാൻ കിട്ടും. അപ്പൊ പിന്നെ അത് രാവിലെ തന്നെ എടുത്ത ആ വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴൊക്കെ ഒരു ഉഷാറാണല്ലോ. പിന്നെ കുട്ടികൾ വന്നാൽ പിന്നെ അത് അല്ലറ ചില്ലറ അലമ്പാവും. അതൊന്നും സാരല്ല, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ അവിടെ നിന്നൊക്കെ ഓരോന്ന് കുട്ടികൾ അവിടേക്ക് ഇതാക്കിച്ച് പോയി അതൊക്കെ റെഡി ആക്കട്ടെ. അപ്പൊ ഈ ഒരു വർത്താനം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതൊക്കെ എപ്പോഴാണ് എനിക്ക് വേഗം എനിക്കാണെങ്കിൽ വിശപ്പ് തുടങ്ങി. ഇപ്പൊ എന്താ അടുക്കളയിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പൊ ഞാൻ ചപ്പാത്തിയൊക്കെ ബാക്കി കുറച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എന്നാണ്ട് കഴിക്കണം. അപ്പൊ ഇവിടുത്തെ റെഡിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കിച്ചണിൽ എത്തിയിട്ട് വേണം തുടക്കുന്ന കാര്യം. കിച്ചണിൽ എത്തിയിട്ട് വേണം എനിക്ക് ചപ്പാത്തി കഴിക്കാൻ കേട്ടോ. അപ്പൊ ചപ്പാത്തിയും ചായയൊക്കെ കുടിച്ചു ഞാൻ അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പൊ മുറ്റത്ത് അകത്ത് കുറച്ച് അടിച്ചു വാരി ഇതാക്കി വെച്ചിട്ട് വേസ്റ്റ് ഉണ്ടായിട്ട് അപ്പൊ അതൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ ഒക്കെ തട്ടിക്കൊണ്ടിട്ടുണ്ടായി. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ, അപ്പോഴാണ് എനിക്ക് മുറ്റടിച്ചു വരാനില്ലത് കേട്ടോ. അപ്പം ഞാൻ അത് മുറ്റം കണ്ട് അടിച്ചു വരണം. കണ്ടോ മുറ്റത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കോലത്തിൽ പിന്നെ എങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെ പോവുക. അപ്പൊ ആ ബക്കറ്റൊന്ന് ഞാൻ എന്താണ് വെള്ളം ഇതാക്കി വെക്കട്ടെ കേട്ടോ. അതിൽ കുറച്ച് ഇതൊക്കെ അടി പിടിച്ചതൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് കുതിർന്ന് വരട്ടെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മുറ്റടിച്ചു തരാം. അപ്പൊ ഞാൻ മുറ്റടിച്ചു തരാം കേട്ടോ. മുറ്റടിച്ചേരി വിട്ട് വേണം അടുത്തതായിട്ട് നമുക്ക് നമ്മളെ മീനൊക്കെ പൊരിക്കാനിട്ട്. അപ്പൊ അത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറെ നേരമായിട്ടുണ്ട്. അപ്പൊ ഐസിനൊന്നും വിട്ടിട്ടില്ല. അപ്പൊ ഐസിന് വിടോളം വിട്ടട്ടെ വിചാരിച്ചു. അപ്പൊ അങ്ങനെ നമ്മളെ മുറ്റടിച്ചേരി ഇത് പൂർത്തിയായിട്ട് വേണം പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തെടുക്കാനുണ്ട്. അപ്പൊ അതിനില്ല ടൈമൊന്നും ഏതായാലും ഇല്ലെങ്കിൽ കറി ഉണ്ടാക്കാനുണ്ട്. അപ്പൊ ഇത് കറി ഞാൻ ഉണ്ടാക്കണില്ല കേട്ടോ. അതൊന്നും വീട്ടിൽ ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ഉണ്ടാക്കിയാൽ തന്നെ എനിക്കത് കഴിക്കാനുള്ള ടൈമും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വരുമ്പോഴേക്കും ഇപ്പൊ നോക്കുമ്പോ എത്രയും സമയമെന്നോ മറ്റൊരു വീഡിയോക്ക് വോയിസും ഇതൊക്കെ കഴിഞ്ഞ് എഡിറ്റിംഗും ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും 1 മണി ആയിട്ടുണ്ട്. അപ്പൊ ഈ പിന്നെ എന്താണ് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട്, മഴയല്ല സൂര്യ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ ഈ ഒരു സമയത്ത് എന്താണ് അടിച്ചാൽ പറ്റൂട്ടോ. അപ്പൊ ഒരു തക്കം നോക്കിയാണ്ട് ഇപ്പൊ ആരും ഇറങ്ങില്ലാത്ത വെയിലാണെങ്കിൽ പിന്നെ തീരെ നിൽക്കൂല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ.
1 മണി എന്ന് പറഞ്ഞത് വോയിസ് കൊടുത്ത് കഴിഞ്ഞിട്ടല്ല. വോയിസ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞ എഡിറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നേരെ ആക്കുമ്പോൾ ഒരു 12 മണി ആവാനാകും കേട്ടോ. ഒന്നാമത് കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കണ്ടാവും. പിന്നെ അടുത്ത് പിന്നെ കുട്ടികൾ പോയതും ഇതൊക്കെ റെഡി ആക്കാനൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ വൈകുന്നത്. അപ്പൊ അതാ ഞാൻ ഇവിടുത്തെ ഓരോന്നൊക്കെ റെഡിയാക്കി പോയിട്ട് 1 മണി ആയിട്ടുണ്ട് എന്നാണ്. മുറ്റടിച്ചാലാൻ വന്നപ്പോൾ എല്ലാം ഒക്കെ ക്ലീൻ ആക്കലും പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറേ ഇതൊക്കെ ഉണ്ടാവും. അപ്പം സ്ക്രീനുകൾ കുറച്ച് കാണുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലറ ചില്ലറ പണികൾ ഏത് വീട്ടിലായാലും വീട്ടിൽ പണി ഉണ്ട് കേട്ടോ. കാണുന്നത് ഇങ്ങനെ പറയാം എന്താ വീട്ടിൽ പണിയില്ലത് എന്താ അതിന് മാത്രം പണി. പക്ഷെ വിചാരിച്ച പണിയെല്ലാം അടിച്ചാലും തുടക്കലും അത് മാത്രമല്ല പിന്നെ വേറെ കുറച്ചൊക്കെ ചെറുതായിട്ടൊക്കെ പണികൾ ഉണ്ടാവില്ല. അങ്ങനെ ഇതൊക്കെയാണ് ഇല്ല അവസ്ഥ കേട്ടോ. ഓരോ വീടിന്റെ അവസ്ഥ ഓരോരുത്തർക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്ക് കുളി കഴിക്കണം. അപ്പൊ നീ എന്താ പോകണം ഒക്കെ പണി കേട്ടോ. അപ്പൊ കുളി കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിക്കാനുള്ള ടൈമൊന്നും എനിക്കില്ല. ഫുഡ് എന്താണ് ഞാൻ ഇപ്പോഴും തിന്നുന്നത് എന്താണ് മീനവിടെ പൊരിച്ചു. എന്താണ് മീനൊക്കെ ഞാൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ആ മീനും എന്താണ് പൊരിക്കാൻ വെക്കുന്നതിന്റെ അടിയിൽ തന്നെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ മീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇപ്പോഴും ഒരു ചപ്പാത്തി കേട്ടോ. അപ്പൊ ആ ചപ്പാത്തി കഴിച്ചുകൊണ്ടാണ് ഞാൻ മീറ്റിങ്ങിന് പോകുന്നത്. പിന്നെ സമയമല്ല. അപ്പോൾ തന്നെ ഇവര് വിളിച്ചു നേരെ ആയി. അങ്ങനെയൊക്കെയാണ് കഥകളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ഏതായാലും ഞാൻ സ്കൂളത്തെ മീറ്റിങ്ങിനൊന്ന് പോയോക്കട്ടെ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നറിയാലോ. ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഞാൻ ഡ്രസ്സിന് എടുത്തു. അയൺ ബോക്സ് എടുത്തു. ഞാൻ എന്താണ് സ്വിച്ച് ഒക്കെ ഓൺ ആക്കി റെഡി ആക്കിയപ്പോഴേക്ക് എന്താണ് സ്ത്രീ പെട്ടെന്ന് എന്താണ് ഒരു ചെറുതായിട്ടൊരു പൊട്ടത് തീപ്പൊരിയൊക്കെ പാറിട്ട. പിന്നെ ഞാൻ അയൺ ചെയ്യാതെ പോകാൻ ചർച്ചു. അങ്ങനെ ഓട്ടയ്ക്ക് വേണ്ടി ഞങ്ങൾ 3 പോയി. അങ്ങനെ സ്കൂളിൽ എത്തിയിട്ട് അപ്പൊ എന്താ ഒരു 2 മണിക്കായിട്ടാണ് തോന്നുന്നു. വീഡിയോയിൽ സ്കൂളിനെ കുറിച്ചുള്ള ആരും തോന്നുന്നു ശരിക്കും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. വെയിലുണ്ട് കിട്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഇതാക്കുന്നു മീറ്റിംഗ് കഴിയട്ടെ ബാക്കി പിന്നെ പറയാം. അവിടെ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഒന്നാമത് പോയപ്പോഴേക്കിന് സീറ്റൊക്കെ കിട്ടിയത് ബാക്കിലായതുകൊണ്ട് തന്നെ ഇതില്ല കേട്ടോ. മുന്നിലൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് എങ്ങനെ പറ്റോ ഇല്ലെന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മളെ കുട്ടികളും ചെറുതായിട്ട് വീഡിയോ എടുത്തത് മാത്രം. അപ്പൊ അങ്ങനെ വൈകുന്നേരമായിട്ട് അപ്പൊ ഞാൻ എന്താണ് ഇവൾക്ക് പിന്നെ കുട്ടി വരാനായിട്ടുണ്ട്. അപ്പൊ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പൊ ഞാൻ പോന്നപ്പോൾ തന്നെ സാധനങ്ങൾ റോബസ്റ്റ് പഴം കുറച്ച് പച്ചക്കറികൾ ഇതൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കട്ടോ. അങ്ങനെ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഇതാ പിന്നെ ഒരു രാത്രിക്കത്തെ എന്താണ് മജ്ബൂസ് അല്ലെങ്കിൽ മജ്ബൂസ് ചൂടാക്കി കഴിക്കാൻ. അപ്പോൾ ചൂടാക്കിയ കുട്ടികൾക്ക് ഇത് മതി എന്ന് പറഞ്ഞു. അപ്പം ഇതിക്കൊരു എന്താണ് കോൺഫ്ലവറും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചൂടാക്കിയതും വെക്കാലതും വെച്ചതും വേവിച്ചതൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലവർ അപ്പോൾ ഞാൻ കുട്ടികൾക്ക് കൊടുക്കാറ് എന്താണ് നമ്മളെ മജ്ബൂസിന് ഇന്ന് ടേസ്റ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. അന്നും നല്ല ടേസ്റ്റ് ഇല്ലാന്നല്ല അന്നും നല്ല ടേസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് പിന്നെ തയ്യാതെ വെക്കുമ്പോഴാണല്ലോ ഒന്നുകൂടി എല്ലാവർക്കും ഒരു ഇതുണ്ടാകുക. അപ്പോൾ ആ ഒരു ടേസ്റ്റ് തയ്യാതെ ആയി വരുമ്പോഴാട്ടോ. ഇന്ന് പിന്നെ തേങ്ങില്ല എന്നുള്ള മാതിരി ആയി. അപ്പം വീട്ടിൽ നല്ല കോൺഫ്ലവറൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ ഭയങ്കര ഇവർക്ക് നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥകൾ. അടുത്തത് എന്താ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് വിവാഹം. എന്നാൽ അതിന്റെ തയ്യാറെടുപ്പുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും വലിയ ടെൻഷനാണ്. ഇവിടെയാണ് ഒരു വെഡ്ഡിംഗ് പ്ലാനർ നമ്മുടെ സഹായത്തിനായി എത്തുന്നത്. ഒരു നല്ല വെഡ്ഡിംഗ് പ്ലാനറെ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആശ്വാസം എന്താണെന്ന് വെച്ചാൽ വിവാഹത്തിന് വേണ്ട കാര്യങ്ങൾക്കായി നടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങളുടെ എന്താ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ആസ്വദിക്കാനൊക്കെ കഴിയും. അപ്പൊ വേണമെന്നില്ല വരിക അത്യാവശ്യക്കാരൊക്കെ ഉണ്ട് ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതിട്ട്. ഇവർ നല്ല വൃത്തിക്കനെ ചെയ്തുതരും. അപ്പോൾ ഫുഡും എല്ലാം ഇവർ തന്നെ ചെയ്തുതരും കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണ് അത് കമന്റ് ആയിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കും. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.